3 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ഒത്തിരി കമൻസുകൾ എനിക്ക് കിട്ടി. ഒത്തിരി പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസും കിട്ടി. കമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലർക്കുള്ള അറിവില്ലായ്മ കൊണ്ടും അതിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഈ വീഡിയോ ആദ്യത്തെ വീഡിയോയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് ചെയ്യുന്നത്. എന്നെ വീഡിയോ കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ ഡയപ്പറിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇട്ടത്. ബേബി ഡയപ്പറിനെക്കുറിച്ച്. ആദ്യത്തേത് ഞാൻ പാമ്പേഴ്സ് എന്നാണ് വേർഡാണ് ഉപയോഗിച്ചത്. പക്ഷേ ചില ആൾക്കാർ പറഞ്ഞു പാമ്പേഴ്സ് എന്നുള്ള കമ്പനി പേരാണ്. ശരിയാണ്, അത് കമ്പനി പേര് തന്നെയാണ്. പക്ഷെ നമ്മൾ ലോക്കലായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും പാമ്പി എന്നൊക്കെ പറയും. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ തെറ്റിദ്ധരിച്ച് ബേബി ഡയപ്പർ എന്ന് തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പം ചില ആൾക്കാർ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏത് ബേബി ഡയപ്പറാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത്. മാമിയ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇവിടെ ലുപ്പുലു ഉണ്ട്, അതുപോലെ പാമ്പേഴ്സ് ഉണ്ട്, പല പല കമ്പനിയുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വെള്ളം മേടിക്കാം. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബേബി പാൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ സ്റ്റിക്കർ ആയിരുന്നതിന് മുമ്പ് ഞാൻ ഇട്ട വീഡിയോയിൽ ബേബി പാൻസ് ആണ് ഞാൻ കാണിച്ചത്. മാമിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബേബി പാൻസ് ആണ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത്. സെയിം ഡയപ്പറാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ എനിക്ക് കമൻറ്റുകൾ അടിച്ച ഒട്ടുമിക്ക ആൾക്കാരും ഇത് യൂസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവരോട് പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് ഞാൻ വേറൊന്നുമല്ല, ഇതിനകത്തൊരു പൗച്ചുണ്ട്. നമ്മൾ യൂസ് ചെയ്ത ശേഷം ഇത് റോൾ ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം. ഞാൻ വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിനകത്തൊരു പൗച്ചിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ യൂറോപ്പിൽ നമുക്ക് വീക്കിലി വേസ്റ്റ് മാനേജ്മെൻറ്റ് വണ്ടി വരും. അതിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസൽ അവർ ചെയ്യും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ബിന്നിലാണ്. നമ്മളതിനെക്കുറിച്ചൊന്നും അറിയണ്ട. അല്ലാതെ ഇത് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ വലിച്ചെറിയുകയോ ഒന്നും ചെയ്യത്തില്ല ഇവിടെ. നാട്ടിൽ അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക. ഇവിടെ ഞാൻ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് ഇവിടെ പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ടീമുണ്ട്. അതിനുള്ള സെപ്പറേറ്റ് ബിന്നുണ്ട്. അതിനകത്താണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നത്. എവിടെ പോകുന്നു എന്ന് എനിക്കറിയത്തില്ല. പ്രോപ്പറായിട്ട് അവർ കൊണ്ട് ഡിസ്പോസ് ചെയ്യും. ഡൗട്ടായിരുന്നു, ചേട്ടാ അല്ലെങ്കിൽ ബ്രോ അല്ലെങ്കിൽ നിങ്ങളെന്നാ പൊട്ടനാണോ, ഇത് യൂറിൻ പാസ് ചെയ്തത് എങ്ങനെ ഹോൾഡ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഇത് ഫോൾഡ് ചെയ്യും എന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, യൂറിൻ പാസ് ചെയ്താൽ ഈക്വലായിട്ട് ഇതിനകത്തുള്ള ജെല്ല് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂറിൻ കറക്റ്റായിട്ട് ഇതിനകത്ത് ഫുള്ള് ലോഡാവും. അതാണ് യൂറിൻ എങ്ങനെ ഹോൾഡ് ചെയ്യും എന്ന് ഞാൻ പറയുന്നത്. ഇനി എങ്ങനെ ഫോൾഡ് ചെയ്യും, മെയിൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചേട്ടൻ എങ്ങനെ ഇത് ചുരുട്ടിയെടുക്കും. എൻ്റെ കൊച്ച് പാസ് ചെയ്ത ഫുൾ ലോഡഡ് യൂറിനാണോ, ഇത് ഫുൾ ലോഡാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് സൂക്ഷിച്ച് വെച്ചാണ് കാണാൻ പറ്റുന്നുണ്ടോ. ഇവിടെ എൻ്റെ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്ത ശേഷം അത് ഈക്വലായിട്ടാണ് സ്പ്രെഡായിരിക്കുന്നത്. ഞാൻ ഗ്ലൗസ് ഇടാത്തത് വേറെ ഒന്നുമില്ല. എൻ്റെ കൊച്ചിൻ്റെ യൂറിനായതുകൊണ്ട് എനിക്ക് ഗ്ലൗസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. ചില ഇനി അടുത്ത കമൻറ്റായിട്ട് വന്നേക്കരുത്, ചേട്ടാ ഗ്ലൗസ് ഇടാൻ പറഞ്ഞൊന്നും വരില്ല. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അപ്പനായതുകൊണ്ട് ഇതൊന്നും എനിക്ക് വിഷയ കാര്യമല്ല. എനിവേ ഇത് ഈക്വലായിട്ട് അവർ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ യൂറിൻ പാസ് ചെയ്യുന്നത് കഴിവോട്ട് പ്രോപ്പറായിട്ടത് അബ്സോർവായി വരും. നമ്മുടെ നാട്ടിൽ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ തർക്കിക്കുന്നൊന്നുമില്ല. ചിലപ്പോൾ ഇത് നാട്ടിൽ ചിലപ്പം ക്വാളിറ്റിയുടെ ഇത് കൊണ്ടായിരിക്കും ബ്രേക്കായി പോകുമായിരിക്കും. ഇത് ഫുൾ ലോഡാണ്. ഏകദേശം ഒരു തൂക്കി നോക്കുവാണെങ്കിൽ ഒരു 300 ml മുകളിൽ കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഓവർനൈറ്റ് ഞാൻ യൂസ് ചെയ്ത സാധനം. അപ്പോൾ ഇതെങ്ങനെ പ്രോപ്പറായിട്ട് ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കൊച്ചു യൂറിൻ പാസ് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന പാമ്പർ. അത് ഫോൾഡ് ചെയ്യാൻ ഒരു പാടുമില്ല. ഏതാ ഇതുണ്ടോ, ഇവിടെ എനിക്ക് പിടിക്കാം, ഇവിടെ ലീക്കില്ല, ഇവിടെ ലീക്കില്ല, ഇവിടെ ലീക്കില്ല. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഹോൾഡ് ചെയ്യുന്നു, ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പൗച്ച് ഈ ഭാഗത്താണ്. ഇതാണ് ഞാൻ പറഞ്ഞ പൗച്ച്. ഇവിടുന്ന് ഫീൽ ചെയ്യുന്നു. സുഖമായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ എനിക്കിത് വേറൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ സഹായം ഇല്ലാതെ പ്രോപ്പറായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ കാര്യം. ഇത് ഞാൻ കൊണ്ട് പറമ്പിലിടുകയും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ബിന്നിൽ ഞാൻ കൊണ്ട് ഡിസ്പോസ് ചെയ്യും. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ മണം വരുന്നുള്ളൂ. അതൊരു മണവും വരില്ല. കാരണം ഇതിനകത്ത് ഓൾറെഡി ഈ ഒരു പൗച്ച് അവർ തന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞോ കൊണ്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം. എല്ലാവരുടെ സംശയം തീർന്നു വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അകത്തോട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ചെയ്താൽ വരും. കാരണം എല്ലാവരുടെ സംശയം ഇത് ലോഡായി കഴിയുമ്പോൾ എങ്ങനെ പൊതിയാൻ പറ്റും എന്നായിരുന്നു മെയിനായിട്ട് എനിക്ക് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ ഇതിനകത്ത് ലിസ്റ്റിൽ കുറച്ച് ഭാഗം കൂടി ഉണ്ട് ഫില്ലാകാൻ. എന്നാലും ഞാൻ അത്രയും ഫുള്ളാക്കാൻ ഉദ്ദേശിച്ചില്ല. ഇതെടുത്തു. വളരെ സിമ്പിളായിട്ട് നമുക്ക് പൗച്ച് വെച്ച് ഫുള്ള് ഏരിയ കവർ ചെയ്യാം.
കവർ ശേഷം കൊണ്ട് ഡിസ്പോസ് ചെയ്യുക. ഇത് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് നടക്കും. ആ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ പബ്ലിക്കിൽ എവിടെയെങ്കിലും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നുണ്ട് ഇടുകയുള്ളൂ. മാക്സിമം പോയ 2 to 3 ഹവേഴ്സിനുള്ളിൽ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. കാരണം അവർ എപ്പോഴും ഫ്രീക്വൻ്റായിട്ട് യൂറിൻ പാസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ ഓവർനൈറ്റ് മാത്രമായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി അല്ലാത്ത സാധനമാണെങ്കിൽ മുഴുവൻ പൊട്ടി പൊളിഞ്ഞ് കംപ്ലീറ്റ് ലീക്ക് ഔട്ട് ആയിട്ടിരിക്കും. അത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇച്ചിരി ടഫാണ്. അതിനോട് ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയും അവരുടെ ഹൈജീനൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈ പാമ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും അത് ജസ്റ്റ് തുറന്നു നോക്കുക പാമ്പർ ഫുള്ളാണോ അല്ലയോ എന്ന്. ഏകദേശം ഒരു പകുതിയൊക്കെ ഫുള്ളാണെങ്കിൽ മാറ്റിയിട്ട് പുതിയ ഇടുക, ക്ലീൻ ചെയ്യുക പാർട്ടുകൾ. അതിനുശേഷം നല്ല വൃത്തിയായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ പാമ്പർ മാറിയതിന് ശേഷം സ്യൂഡോ ക്രീം, ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന നാപ്പി റാഷ് ക്രീമുണ്ട്. ആ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത പാമ്പർ ഇടാവുള്ളൂ. അപ്പി ഇട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ പൊതിയുമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചു. അപ്പി ഇട്ട വീഡിയോ എനിക്കിതിനകത്ത് കാണിക്കാൻ കഴിയില്ലാഞ്ഞിട്ടല്ല. മിക്കവാറും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ 4 പേര് കൂടെ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ വീഡിയോ കയറി വരുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഈ അപ്പി പൊതിഞ്ഞിട്ട് ഡയപ്പർ കാണിച്ചാൽ നിങ്ങൾക്കത് വളരെ അരോചകമായിരിക്കും. പിന്നെ ആ വീഡിയോയുടെ താഴെ കമൻറ്റിൽ താഴെ വന്ന് എന്നെ വഴക്ക് പിടിക്കാനും തെറി വിളിക്കാനൊക്കെ തുടങ്ങും. അതെനിക്ക് താല്പര്യമില്ല. ഇതേ സെയിം എഫക്റ്റാണ് അപ്പി ഇടുമ്പം. കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ പൊതിഞ്ഞെടുക്കുമ്പോഴത്തേക്കും കയ്യിലൊന്നും പറ്റാതെ മാക്സിമം നോക്കിയെടുക്കുക. എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക് കവറോടെ വെച്ചിട്ട് കൊണ്ട് ഇടും. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഒരു ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യും. താങ്ക് യു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതിന് ഞാൻ ആൻസർ ചെയ്യാൻ റെഡിയാണ്.